ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി മസാല ദോശയാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു മസാല ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ബൗളിലോട്ട് 2 കപ്പ് പച്ചരി ഇട്ടെടുത്തിട്ടുണ്ട്. ഞാനൊരു ഗ്ലാസ്സാട്ടോ എടുത്തിട്ടുള്ളത്. ആ ഒരു പച്ചരി എടുത്തിട്ടുള്ള ആ ഒരു ഗ്ലാസിൻ്റെ അളവിൽ തന്നെ 1 കപ്പ് ഉഴുന്നും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ആ ഗ്ലാസ്സിന് 1/4 ഗ്ലാസ് അവിൽ അതും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു 1/4 ടീസ്പൂണിലും താഴെയായിട്ട് ഉലുവയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇത് കുതിർന്ന് വരാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇതിപ്പോൾ രാവിലെയാണ് കുതിരാനായിട്ട് വെക്കുന്നത്. രാത്രിയാണ് ഇത് അരച്ചെടുക്കുന്നത്. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നല്ലോണം കഴുകിയതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് 2 ബാച്ചാക്കിയിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി ഇതുപോലെ അരച്ചെടുക്കുക. അതെല്ലാം അരച്ചെടുത്ത് തന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടത് വേണ്ടത്. നന്നായിട്ട് തിക്കാവും ചെയ്യരുത്, അതുപോലെ നല്ല ലൂസും ആവരുത്. അപ്പോൾ അത് രാവിലെ ആയപ്പോഴേക്കും നമ്മുടെ ബാറ്റർ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല തിക്കാട്ടോ, നല്ല തിക്കാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പിനും താഴെ ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നോക്കിയിട്ട് നിങ്ങൾ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താലും മതി. ഇതിപ്പോൾ നല്ല തിക്കായ കാരണം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ലോണം മിക്സാക്കി എടുക്കുക. പിന്നെ ഈ ഒരു ബാറ്റർ നമുക്ക് ഇപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം ഉണ്ടാക്കിയിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിനി മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് 3/4 ടീസ്പൂൺ കടലപ്പരിപ്പ് അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ 3/4 ടീസ്പൂൺ വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ് ചെറുതായിട്ട്. പിന്നെ 1/2 ടീസ്പൂണ് അതുപോലെ തന്നെ ഇഞ്ചിയും ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്. ഈ പേസ്റ്റ് വേണമെങ്കിലും ചേർക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കുക. പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനെ പേസ്റ്റിനെക്കാട്ടിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് കൂടുതലെന്ന്. പിന്നെ 1/2 ടീസ്പൂൺ ഉണക്കമുളകും കൂടി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയ സവാള അരിഞ്ഞിട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിൽ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടതാണ്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യുക. അതിനുശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ഞാനിപ്പോൾ 2 ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 1 എടുത്താൽ മതി. ക്യാരറ്റ് ഓപ്ഷണലാണ്, നിർബന്ധമല്ല. എനിക്ക് ക്യാരറ്റ് ചേർക്കുമ്പോൾ നല്ല ഈ ഒരു മസാല ദോശയുടെ മസാലക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ ക്യാരറ്റ് എടുക്കാറുണ്ട് ഈ മസാല ദോശ തയ്യാറാക്കുമ്പോൾ. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 4 പൊറ്റാറ്റോ ഞാൻ പുഴുങ്ങി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് പുഴുങ്ങിയതായിരുന്നു. അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. മസാല ക്യാരറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ക്യാരറ്റ് ഇല്ലാച്ചിട്ട് ഒരു കുഴപ്പമില്ല, പൊറ്റാറ്റോ മാത്രമായാലും മതി. ഇതിൽ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം, നന്നായിട്ട് തിളച്ചിട്ടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. അതിനുശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഈ സമയത്ത് ഉപ്പും എരിവൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഇല്ലെങ്കിൽ എല്ലാം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പില്ലായിരുന്നു, അപ്പോൾ കുറച്ചുകൂടെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാന് ഞാൻ സ്റ്റൗവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ദോശ തയ്യാറാക്കി എടുക്കുക. ഇതിലേക്ക് ഞാൻ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ കുറച്ച് ഇട്ട് കൊടുത്താൽ ഇതിലേറെ ടേസ്റ്റ് കൂടും. ഇതൊന്ന് ഈ ബ്രഷ് വെച്ചിട്ട് നല്ലോണം ഒന്ന് എല്ലാ സൈഡിലും എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ. ഇത് ലോ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത്, അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഇതിൻ്റെ ഇതുപോലെ ഒരു സൈഡിലായിട്ട് നമുക്ക് മസാല വെച്ച് കൊടുക്കാം. അപ്പോൾ മസാല ഒക്കെ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സൈഡിൽ നിന്ന് ഇതുപോലെ വിട്ട് തുടങ്ങും. ആ ഒരു സമയത്ത് ഇതുപോലെ മടക്കി എടുക്കുക. അപ്പം അങ്ങനെ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ 3 മസാല ദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബാക്കി മാവ് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ തന്നെ കാണാൻ പറ്റുള്ളൂ.